ഡൽഹിയിലേക്കൊന്ന് പോയി വരാം. ധ്രുവീകരണ പ്രസംഗമെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കിയ കോൺഗ്രസിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അത് ധ്രുവീകരണമല്ല. ഏക സിവിൽ കോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഓരോ സമുദായത്തിനും ഓരോ നിയമങ്ങൾ സമൂഹത്തിന് നല്ലതല്ലെന്നും മോദി പറഞ്ഞു. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ പ്രതികരണം. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു. ശരത് കെ ശശി, ഇപ്പോൾ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത് താൻ ധ്രുവീകരണമൊന്നും നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JP നദ്ദയ്ക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു ഈ വിഷയത്തിൽ. അതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അഭിമുഖത്തിന്റെ രത്നച്ചുരുക്കം? അരുൺകുമാർ, രാജസ്ഥാനിലെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പ്രതികരിച്ചിട്ടില്ല. പകരം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അത് ചൂണ്ടിക്കാണിച്ചാണ് താൻ ഒരു തരത്തിലുള്ള ധ്രുവീകരണ പ്രസംഗവും നടത്തിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് 2004 ആന്ധ്രാപ്രദേശിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചു. SC/ST OBC വിഭാഗക്കാരുടെ സംവരണം ഒഴിവാക്കി മുസ്ലിങ്ങൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടി താൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഒരു തരത്തിലുള്ള ധ്രുവീകരണ നീക്കവുമല്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. അതേസമയം തന്നെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗം, മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് സ്വത്ത് വിഭജിച്ചു നൽകും എന്ന പരാമർശം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ നടത്തിയിട്ടില്ല. എങ്കിലും പൊതുവെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഒരു തരത്തിലുള്ള ധ്രുവീകരണ നീക്കവും ഉണ്ടായിട്ടില്ല. പകരം കോൺഗ്രസിന്റെ ഈ ഒരു പ്രീണന നയം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുന്നതിനാണ് പ്രധാനമന്ത്രി ഏതായാലും ശ്രമിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി പല വിഷയങ്ങളും ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉന്നയിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ സമീപിക്കുന്ന സാഹചര്യവും ഏതായാലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏക സിവിൽ കോഡ് എന്ത് വില കൊടുത്തും നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഓരോ സമുദായത്തിനും ഓരോ നിയമങ്ങൾ, അത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കും. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും അധികാരത്തിലെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഒരു പ്രത്യേക സമുദായം ഭരണഘടനയുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് പുരോഗതി ആർജിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു സമുദായം ഈ പ്രീണനത്തിന്റെ ഭാഗമായി പുരോഗതി കൈവരിക്കാനാകാതെ അവർ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് പൈതൃക നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരായ വിമർശനം ഈ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി തുടരുകയും ചെയ്തിട്ടുണ്ട്.